ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറേ നാൾക്ക് മുന്നിൽ ഞാനൊരു സമൂസ മേക്കർ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, മീഷോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചൊന്നിട്ടിരുന്ന എങ്ങനെ സമൂസ ആക്കറേനെ കാട്ടണാനിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോക്കാം ഇതിൽ എങ്ങനെ സമൂസ ആക്കടേ ഉണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പേരിച്ചിട്ടില്ല, ഞാനിത് റീൽസിലും ഇതിലെല്ലാം കണ്ടിട്ട് എടുത്തിട്ട് ഈ ഒരു സമൂസ മേക്കർ. അപ്പോൾ ഇത് എടുത്തപ്പോൾ ഞാൻ ഇത്ര ഇങ്ങനെ അങ്ങോട്ട് പേരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ സമൂസ ആക്കറേ ഇതിലാക്കി എങ്ങനെ ആയിട്ട് കിട്ടുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു മസാല ആക്കി എടുക്കുക. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മസാല ആക്കുന്നത് ബാക്കി സമൂസ ആക്കുന്നതെല്ലാം കാട്ടില്ല. ചെന്ന് മെയിനായിട്ട് ഞങ്ങൾ ഇതിൽ എങ്ങനെ സമൂസ ಹಾಕ್ರಿ ಮಾತ್ರ ನಾನು ಇದ್ರಲ್ಲಿ ಕಾಟ್ರಿ. അപ്പോൾ ഞാൻ ഒരു മസാല ആക്കിയിട്ട് എടുക്കറേ. ഇഷ്ടമുള്ള മസാല നിങ്ങൾക്ക് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉണ്ട് മീറ്റ് ബോൾ വെച്ചിട്ട് ഒരു മസാല ആക്കറേ. ಫಸ್ಟ್ ತೆಲ್ಲ ಆಯಿಲ್ ಬಿತ್ತಿ ಕೊಡ್ತಾರೆ. ಅದಕ್ಕೆ ನಂಗೆ ಮೀಟ್ ಬಾಲ್ ಇಟ್ಟರೆ ಚಂದ ಇದೆ ಹಿಂಗೆ ಪುಡಿ ಹಾಕಿ ಇಟ್ಟು ಕೊಡ್ತಾರೆ. നല്ല ഒന്ന് ഇതിൽ ഫ്രൈ പോലെ ആക്കി എടുക്കണം. അത് റെഡിക്ക് ഞങ്ങൾ ഇതിൽ നീരുള്ളി അതേപോലെ പച്ചമുളക് പിന്നെ വേവിച്ചപ്പ് അതെല്ലാം കട്ടാക്കി ഇട്ട് കൊടുത്തേ. അപ്പോൾ നല്ല ഒന്ന് ഇതിൽ ഫ്രൈ പോലെ എല്ലാം ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് എടുത്തെങ്കിട്ട്. അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ ഈ ഒരു മസാലയ്ക്ക് ഇത് മസാല പൗഡർ അങ്ങനെ എന്തും വേണ്ടിട്ടില്ല. ഓൾറെഡി ഈ ഒരു മീറ്റ് ബോളിൽ നല്ല ഫ്ലേവർ എല്ലാം ഉണ്ട് ഇക്കറ്. അപ്പോൾ അതുകൊണ്ടിട്ട് തെല്ല് ഉപ്പിട്ട് കൊടുത്തേ. പിന്നെ ഞാൻ മസാല ഐറ്റം പൗഡർ ആയിട്ട് ಇದಕ್ಕೆ ತೆಲ್ಲು ಗರಂ ಮಸಾಲದ ಪುಡಿ ನಲ್ಲ ಮೊಳದ ಪುಡಿ ಅದೇ ಇಟ್ಟು ಕೊಡ್ತಾರೆ. പിന്നെ ನಾನು ತೆಲ್ಲು ಸೋಯಾ ಸಾಸ್ ಬಿತ್ತಿ ಕೊಡ್ತಾರೆ. ಅದು പിന്നെ ലാസ്റ്റ് ആയിട്ട് തെല്ല് ഇത് കൊത്തമ്പരി ചൊപ്പെല്ലാം ഇട്ട് കൊടുത്തെങ്കിൽ ഞങ്ങൾ മസാല ഇതൂടെ റെഡി ആയിട്ട് നല്ല ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ മസാല ഞാൻ ചെന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാട്ടില്ല. ഞങ്ങൾ ഇഷ്ടമുള്ള മസാല ആക്കിയിട്ട് എടുക്കുക. വെജ് വേണമെങ്കിൽ വെജ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ ഇത് ആയിത്തൂടെ മസാല. ഇനിയിപ്പോൾ ഞാനിവിടെ ಇದಕ್ಕೆ സമൂസത്തേക്ക് മെയിനായി പിട്ട് കൊലിച്ച് വെച്ചത്. ഇത് ഞങ്ങൾക്ക് മൈദ പിന്നെ അതേപോലെ കോൺഫ്ലോർ ഉപ്പ് തെല്ല് ഓയിൽ ಬಿತ್ತಿട്ട് നല്ല ಗಟ್ಟಿയിൽ കൊലിച്ചെടുക്കും. ഞങ്ങൾ ഇപ്പോൾ സമൂസത്തേക്കെല്ലാം കൊൽക്കറല്ലേ സാധാരണ ചപ്പാത്തിരെ കാട്ടി നല്ല ഗട്ടിയിൽ എത്ര ഗട്ടിയാവോ അതുപോലെ ഗട്ടിയിൽ കൊലിച്ചെടുത്തെങ്കിൽ ആಯ್ತು. ഞങ്ങൾ ഈസി സമൂസ എല്ലാം ആക്കറല്ല ಅದಕ್ಕೆಲ್ಲ കൊൽക്കറല്ലേ അതുപോലെ. അപ്പോൾ ഇത് കോൺഫ്ലോറും മൈദം മിക്സ് ആക്കിയിട്ട് കൊലിച്ച് വെച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ഞങ്ങൾ ഫസ്റ്റിಗೆ ഇതിൽ ഓയിൽ തോത്തി കൊടുക്കറേ. ഞാനിവിടെ ഓയിൽ തോത്തി കൊടുത്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിൽ ചിലപ്പോൾ പത്തി പിടിക്കರೆಂಗಲ್ಲ. അപ്പോൾ അതുകൊണ്ടിട്ട് ഫസ്റ്റ് തെല്ല് ഇങ്ങനെ ഓയിൽ ആക്കിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആക്കറി ഇതിൽ ഒത്തിരി ഓയിൽ എല്ലാ സൈഡ് ഇങ്ങനെ ഓയിൽ ആക്കി കൊടുക്കുക. ചിലപ്പോൾ അത് ഇങ്ങനെ എവിടെയെങ്കിലും അണ്ടി പിടിക്കರೆಂಗೆ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് ഓയിൽ തോത്തി വെക്കണം. പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തി വലിയ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇത് എടുക്കണോ ചെന്നെങ്കിൽ ഞങ്ങൾ വലിയ ചപ്പാത്തി ആക്കിയിട്ടുണ്ട്. ഈ ഒരു സമൂസ മേക്കർ അത്യാവശ്യം നല്ല വലിയ ഉണ്ടോ. എൻ്റെ ചപ്പാത്തി മണലാവില്ല. ഞാൻ ഈ ഒരു കട്ടിങ് ബോർഡിൽ വലുതാക്കിയിട്ട് പരത്തുണ്ട് നല്ല തെളുപ്പാക്കിയിട്ട്. ചെന്നെങ്കിൽ ചുമ ഓവറായിട്ട് തിന്നവിടത്തും വേണ്ട. നല്ല പരത്തിയിട്ട് എടുത്തെങ്കിൽ ആಯ್ತು വലുതാക്കിയിട്ട്. പിന്നെ ഇതൊന്ന് പരത്തിയിട്ട് എടുക്കറേ. മൈദ പൊടി ഇട്ടിട്ട് പരത്തിയെങ്കിൽ ആಯ್ತು. പിന്നെ ഞങ്ങൾ ഇത് പരത്തുമ്പോൾ ചുമ തെളുപ്പാക്കിയിട്ട് പരത്തു തീരാം. നല്ല തിന്നാവുക തീരാം ചുമ സാധാരണ. പിന്നെ ദപ്പാവും വേണ്ട ചുമ സാധാരണ കാട്ടറാണ്. അതേപോലെ പരത്തിയിട്ട് എടുത്തെങ്കിൽ ആಯ್ತು. അപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് എടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ പരത്തി എടുത്ത ചപ്പാത്തി ഉണ്ടല്ലേ ಇದರ ಮೇಲ್ಗೆ ಇಟ್ಟು കൊടുക്കുന്നത് കണ്ടല്ലേ. ഒരു തെല്ലിങ്ങനെ ഇങ്ങനെ വേണു. തെല്ലിങ്ങനെ പരത്തുക നിൽക്കണോ. ഞങ്ങൾ ഈ ചപ്പാത്തി ഇത് സമൂസ മേക്കർ കാട്ടി ഒന്ന് പരത്തുക ഇങ്ങനെ നിൽക്കണം. പരത്തുക ഞങ്ങൾ പരത്തിയ ചപ്പാത്തി അതിൽ പിന്നെ ഒന്നിങ്ങനെ ഇതിൽ സമൂസത്തെ ഷേപ്പെല്ലാം ഉണ്ടല്ലോ അതിലൊന്നിങ്ങനെ കയ്യിലൊന്ന് ഇങ്ങനെ വെച്ചിട്ട് മെല്ലനെ ഒന്ന് പ്രസ് ആക്കി കൊടുത്തെങ്കിൽ ചുമ ഇങ്ങനെ ഗുലി പോലെ ആക്കൊണ്ടില്ല. പിന്നെ ಅದಕ್ಕೆ ഞങ്ങൾക്ക് ആ ഒരു സമൂസത്തെ ഷേപ്പിಗೆ ഞങ്ങൾ നടുക്കെല്ലാം മസാല വെച്ച് വന്നെങ്കിൽ മസാല വയ്ക്കുമ്പോൾ പിന്നെ ഇതിൽ ലൈൻ ഉണ്ടല്ലോ ലൈനിಗೆಲ್ಲ ಹೋಗ್ತೀರಾ. ലൈനിಗೆ ആവാത്ത പോലെ അതിൽ നടുക്ക് മാത്രം മസാല വെച്ചെങ്കിൽ ലൈനിಗೆ ആയെങ്കിൽ പിന്നെ അത് ജോയിൻറ്റ് ആവുകയെല്ലാം അതിൽ കഷ്ടമാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൽ നടുക്ക് മാത്രം മസാല വെച്ചെങ്കിൽ. അപ്പോൾ മസാല എല്ലാം ഇതുപോലെ വെച്ചിട്ട് കണ്ടില്ലെങ്കിൽ നച്ചുന്ന പോലെ ഇതിൽ ലൈനിಗೆಲ್ಲ ಹೋಗ್ತೀರಾ. ലൈനിಗೆ തട്ടാത്ത പോലെ മസാല ಬೇಕணும். ಇನ್ನು ವಾಪಸ್ ഒരു ചപ്പാത്തി പരത്തിയിട്ട് ഞങ്ങൾ ഫസ്റ്റിಗೆ പരത്തിയ പോലെ ವಾಪಸ್ ഒരു ചപ്പാത്തി പരത്തിയിട്ട് ഇതിൽ മേൽಗೆ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇത് തെല്ല് പരത്ത് നിൽക്കണോ. ഞങ്ങൾ ആക്കിയ ചപ്പാത്തി ചുമ ശരിയാവുക. പിന്നെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫസ്റ്റിಗೆ ഒന്ന് പ്രസ് ആക്കി കൊടുക്കുക. അതിൽ പിന്നെ ഞങ്ങൾ ഇത് ചപ്പാത്തി റോള് പരത്തിയെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഫസ്റ്റ് പരത്തുമ്പോൾ മെല്ലെ സ്ലോലി പരത്തുക. പിന്നെ പിന്നെങ്കിൽ നല്ല ഒന്ന് പരത്തിയെങ്കിൽ ചന്ത ഇതെല്ലാം നല്ല ആ ഒരു ഷേപ്പിൽ കട്ടായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് ഫസ്റ്റ് മെല്ലെ പരത്തിയിട്ട് പിന്നെ നല്ല ചന്ത നല്ല പരത്തിയിട്ട് എടുക്കണം. എല്ലാം ഇങ്ങനെ ചന്ത ലൈനെല്ലാം ചന്ത കാണണം. അപ്പോൾ നല്ല പരത്തി എടുത്തെങ്കിൽ തെല്ലും ജോയിൻ്റ് ആയിട്ട് കിട്ടില്ല. ഇതൊന്നല്ല പരത്തിയിട്ട് എടുക്കറേ ನಾನು. ആ സൈഡെല്ലാം തെല്ല് പരത്തുമ്പോൾ നല്ല സമാ പരത്തിയെങ്കിൽ സൈഡിലെല്ലാം ചിലപ്പോൾ ഇങ്ങനെ അണ്ടിട്ട് പിടിക്കുകയെല്ലാം ചാൻസ് ഇക്കറ്. അപ്പോൾ ഇത് നല്ല പരത്തിയിട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ ആ സൈഡിലുള്ള എക്സ്ട്രാ ಬಂದ മൈദ ഉണ്ടല്ലേ അത് ഞങ്ങൾക്ക് എടുത്തെങ്കിൽ എടുത്തിട്ട് ബാക്കി ഞങ്ങൾ പിന്നെ ഉറക്കാക്കും. അതൊക്കെ കൂട്ടിയുണ്ടെങ്കിൽ ബാക്കി മൈദത്തുക. അപ്പോൾ ഇത് പരത്തത് സമ ആവില്ല കണ്ടെങ്കിൽ സമ കട്ടായിട്ട് വരില്ല. സമ ഞങ്ങൾ നല്ല ഷേപ്പിൽ കിട്ടുണ്ടെങ്കിൽ ചെന്ത പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ബാക്കി ഞങ്ങൾ മൈദ ബാക്കി കൂട്ടിയെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ചപ്പാത്തി ഇട്ടല്ലേ ചപ്പാത്തിക്ക് ഒന്ന് മൈദ ആക്കിയുണ്ടെങ്കിൽ നല്ലേ. ഞങ്ങൾ ഇപ്പോൾ 2 ചപ്പാത്തിക്ക് ഒന്ന് മൈദ ആക്കിയിട്ട് ഇട്ടെങ്കിൽ നല്ലേ.
ഇതാ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തട്ടി കൊടുത്തെങ്കിട്ട് അപ്പോൾ കണ്ടില്ലെങ്കിൽ സമൂസ എല്ലാം ഇതുപോലെ ആയിട്ട് വന്നത് തെല്ലും ഗ്യാപ്പ് ഇല്ലാത്ത നല്ല എല്ലാം നല്ല ജോയിൻ്റ് ആയിട്ട് നല്ല കട്ടായിട്ട് വന്നത് നല്ല ജോയിൻറ്റ് തെല്ലും ഞങ്ങൾ ഇപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ആക്കുമ്പോൾ എണ്ണ തെല്ലും പോണിക്കേ ചാൻസ് ഇല്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു സമൂസ മേക്കർ എടുക്കുമ്പോൾ ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ സമൂസ ആയിട്ട് കിട്ടുന്ന വിചാരിച്ചിട്ടില്ല റീൽസിലെല്ലാം കണ്ടിട്ട് എടുത്തിട്ട് ഞാനിത് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ ആയിട്ട് കിട്ടുന്ന വിചാരിച്ചിട്ടില്ല കണ്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ മൈദ നണ്ട് തെല്ല് ലൂസായിട്ട് കൊലിച്ചത് ഞാൻ തെല്ല് ഒന്നും കൂടി ടൈറ്റ് ആവിടെങ്കിൽ നല്ല ഞങ്ങൾക്ക് ഇത് ഈസി ആവിടും പിന്നെ അതും അല്ലಂటే ഞങ്ങൾക്ക് ഒർക്കത്തിൽ 24 സമൂസ ആയിട്ട് കിട്ടിറ് ഞങ്ങൾക്ക് ചെന്നൈ ನಾನು ಹಾಕಿ ಮಸಾಲೆ ಎಲ್ಲ ഇതിപ്പോൾ കറക്റ്റായിട്ട് മൈദ നക്കത്തിൽ എക്സ്ട്രാ വന്നിട്ട് ചെന്നക്കത്തിൽ വെജും ആക്കുകൊണ്ടു അപ്പോൾ ഒർക്കത്തിൽ അര ഗಂಟೆ ഞങ്ങൾക്ക് ചായത്തേക്ക് സമൂസ ആക്കി എടുക്കും ഒർക്കത്തിൽ 24 സമൂസ ആയിട്ട് കിട്ടും ഞങ്ങൾക്ക് ಅವತ್ತು നല്ല സമൂസ മേക്കറിങ് എല്ലാവരും എടുക്കറുಂಟೆ ನಾನು சொல்வேன் അപ്പോൾ ഞാൻ ചെന്ന പോലെ ഇത്ര നല്ല ചന്തായിട്ട് നല്ല കിട്ടും ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് കട്ടറെ ചുമ തിന്നാക്കിയിട്ട് പരത്തേണ്ട അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും കൂടി വെജ് ആക്കിയിട്ടുണ്ട് കൊറിയ ഫസ്റ്റ് ആക്കുന്നത് കാട്ടി ജണ്ടമാതാക്കുമ്പോൾ ഒന്നും കൂടി ഞങ്ങൾക്ക് ഈസി ആവിടും ഞാനിപ്പോൾ വീഡിയോ ആക്കുന്നത് കൊണ്ട് തെല്ല് ടൈം എടുത്തിട്ട് ഒരു അര ഗಂಟೆ എല്ലാം ഞങ്ങൾ മെയ്യാവും അപ്പോൾ ഇതാ എല്ലാ സമൂസ റെഡി ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇത് ഞാൻ കോൺഫ്ലോറും പിന്നെ ഈ ഒരു മൈദ ഇട്ടിട്ട് ആക്കുന്നത് കൊണ്ടിട്ട് ഈ സമൂസ നല്ല ക്രിസ്പി ആയിട്ട് തിന്നോകും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല ഞങ്ങൾ മീറ്റ് പോൾ വെച്ചിട്ട് മസാല ആക്കിയല്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല അപ്പോൾ സമൂസ മേക്കർ എല്ലാവരും എടുക്കറും ഞങ്ങൾക്ക് നോമ്പിലെല്ലാം നല്ല യൂസ്ഫുൾ ആവും ഈ ഒരു സമൂസ മേക്കർ അത്ര എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സമൂസ മേക്കർ നല്ല ഈസി ആവിടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പേരിക്കരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കൂ ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ട മുകളിൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും